ശാരിക ചേച്ചിയേ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ആങ്കർ ശാരിക മറ്റേ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ രേണുസുധിയുടെ ഇന്റർവ്യൂ എടുത്ത ചേച്ചിയുടെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. കുറച്ചധികം ആൾക്കാർ അത് കാണുകയും ചെയ്തു. ചേച്ചിയുടെ നിലപാടുകളെ പറ്റിയാണ് നമ്മൾ മെയിനായിട്ട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ചേച്ചിക്ക് ഇത് നന്നായിട്ടങ്ങ് കൊണ്ടെന്ന് പറഞ്ഞാൽ നല്ല കൊണ്ടെന്ന് ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചി നമുക്കെതിരെ നമ്മൾ റിയാക്ട് ചെയ്ത് കരയിപ്പിച്ചുകൊണ്ടൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ അതിൻ്റെ വിഷമത്തിലാണ്. ചേച്ചി എന്നെ റോസ്റ്റ് ചെയ്ത് ഗൈസ്. ചേച്ചി എന്നെ അച്ഛൻ പുച്ച റോസ്റ്റ് ചെയ്ത് എന്തൊക്കെയാണ് അത് ചേച്ചി എന്നെ പറ്റി പറഞ്ഞത്. അപ്പോൾ ചേച്ചിയുടെ ആ ഒരു വീഡിയോ നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് എവിടുന്ന് തുടങ്ങണമെന്നൊരു സംശയമാണ്. എവിടുന്ന് ഇപ്പൊ തുടങ്ങുക? തഴിന്നങ്ങ് തുടങ്ങാല്ലേ? ഇവിടുന്ന് തുടങ്ങാം. മറുപടി കൊടുക്കണം. കുറച്ച് പേർക്ക് മറുപടി കൊടുക്കേണ്ടതായിട്ട് എനിക്ക് തോന്നി. വേറൊന്നുമല്ല, ലൈഫ് ഓഫ് അനന്തു സത്യത്തിൽ അവന് ഒരടി നേരത്തെ സിജോടിക്കാന്ന് കിട്ടേണ്ടതാ. ബിഗ് ബോസ് താരം സിജോ ആ മനുഷ്യനെ ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് അയാളൊരു റിയാക്ഷൻ വീഡിയോ സിജോ ഇരുന്ന് ചെയ്തിരുന്നു. പക്ഷെ അവസാനം അത് വളരെ ക്രൂഷ്യലായിട്ട് പോകും തോന്നിയോണ്ടാവാം എന്തായാലും രമ്യതയിൽ അവസാനിച്ചു. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. എനിക്ക് സിജോയുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം ബിഗ് ബോസ് താരം സിജോ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പ്രേക്ഷകർക്ക് അറിയാം, പക്ഷെ ചേച്ചിക്ക് അറിയാമോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. അത് എങ്ങനെയാണ് വന്നത്, അത് എങ്ങനെയാണ് അവസാനിച്ചതെന്ന് പ്രേക്ഷകർക്ക് വൃത്തിയായിട്ട് അറിയാം. ചേച്ചി എങ്ങാണ്ടെന്ന് അറ്റവും മൂലയൊക്കെ കേട്ട് ആരാണ്ടൊക്കെ പറഞ്ഞത് കേട്ട് ആ ഒരു വിവരം മാത്രമേ ചേച്ചിക്കുള്ളൂ. ചേച്ചി എൻ്റെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. അപ്പം സിജോ വീട്ടിൽ വന്നിരുന്നു, ഞങ്ങൾ സമൂഹമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. അത് ഏത് സർക്കംസ്റ്റൻസിലാണ് വന്നതെന്നൊന്നും ഞാൻ ഇനി എടുത്ത് പറയാതെ നിൽക്കുന്നില്ല. ചേച്ചിക്ക് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്നിട്ട് വീഡിയോ കിടപ്പുണ്ട്, അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ബാക്കി കേൾക്കാം. അതൊരു കൾച്ചേർഡായിട്ടുള്ള വളരെ നോബിൾ ആയിട്ടുള്ള ഹാർട്ടിലുള്ള ഒരു മനുഷ്യനാണ് സിജോ. ഹീസ് മൈ ഫ്രണ്ട് ടു. അപ്പോൾ എനിക്കറിയാം. അപ്പൊ ഞാൻ അതാണ് പുള്ളിയുടെ പ്രശ്നം. ഞാനും വിചാരിച്ചത് സിജോ വളരെ കൾച്ചേർഡ് ആയിട്ട് നല്ല ഒരു മനുഷ്യനുടമയാണ്. ചേച്ചിയുടെ ഫ്രണ്ടാണ്. അതാണ് മെയിൻ പ്രശ്നം. കാര്യം എന്ന് പറഞ്ഞാൽ സിജോയുടെ കൾച്ചർ വിട്ട് ചേച്ചിയുടെ കൾച്ചറിലോട്ട് ഇറങ്ങിയപ്പോഴാണ് സിജോയ്ക്ക് പണി പാളിയത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിജോ ഒരു വേണ്ടാത്ത ഒരു വാക്ക് നമ്മുടെ വീട്ടിലിരിക്കുന്നവരെ പറ്റി പറഞ്ഞു. അപ്പൊ സിജോയ്ക്ക് പറ്റിയൊരു തെറ്റാണ്. സിജോ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി ചേച്ചിയുടെ കൾച്ചറിലോട്ട് ഇറങ്ങിയെന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം ചേച്ചി ഇട്ടൊരു വീഡിയോയുടെ അടിയിൽ ഏതോ ഒരാൾ വന്ന് വളരെ മാന്യമായിട്ട് ചെയ്തൊരു കമന്റിന് ചേച്ചി കൊടുത്തൊരു കമന്റ് ഞാൻ കാണിച്ചു തരാവേ. അതിന് നിനക്ക് തന്തയുണ്ടോ? ഒരു പ്രകോപനമില്ല. ഈ സാധാരണ നമ്മളൊക്കെ തിരിച്ച് തന്തയ്ക്ക് വിളിക്കാറുണ്ട്. നമ്മളെ വിളിച്ചാൽ തിരിച്ചും വിളിക്കും. ഇത് ചേച്ചി വന്ന് ഡയറക്റ്റ് നിനക്ക് തന്ത കൊണ്ടോടാ തന്ത. ഈ ഒരു രീതിയാണ്. ഇത് തന്നെയാണ് സിജോയ്ക്ക് പറ്റിയത്. അപ്പൊ സിജോയുടെ കുറ്റമല്ല, ചേച്ചിയുടെ സുഹൃത്താണ്. ചേച്ചിയുടെ കൾച്ചറിലോട്ട് പുള്ളി വന്നതാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്താണെങ്കിലും ചേച്ചി പറയുന്നത് ബാക്കി നമുക്ക് കേൾക്കാം. അന്നോട്ടാണ് ഞാൻ ഈ ലൈഫ് ഓഫ് അനന്തുനെ ശ്രദ്ധിക്കുന്നത്. ആക്ച്വലി ഇവന്റെ വീഡിയോ ഒക്കെ എടുത്ത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മൂളയും ബുദ്ധിയും ഒക്കെ ഉണ്ടെന്നാണ് ആദ്യം കരുതുന്നത്. പിന്നെ പല റിയാക്ഷൻ വീഡിയോ എടുത്ത് കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈ എച്ചില് കളയത്തില്ല, ഉച്ചിഷ്ടം കളയുമ്പോൾ അത് നക്കി തിന്നുന്ന കുറച്ച് മൃഗങ്ങളുണ്ടല്ലോ. ആ മൃഗങ്ങളെക്കാളും കഷ്ടമാണ് ഇവന്റെ സ്വഭാവം. വേറൊന്നുമല്ല, നമ്മൾ ചവച്ചു തുപ്പുന്ന കണ്ടന്റുകൾ അത് നമ്മുടെ വായുടെ താഴെ വന്നിരുന്ന് പിടിച്ചെടുത്ത് അതിനെയും കണ്ടന്റാക്കാനുള്ള ഗതികെട്ട അവസ്ഥയിലാണ് അനന്തു എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അനന്തു. സോ സീരിയസ്ലി സമ്മതിച്ചു ചേച്ചി. ഞങ്ങൾ മറ്റുള്ള ആൾക്കാർ ചവച്ചു തുപ്പുന്ന കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് അതിനെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഞാനങ്ങ് സമ്മതിച്ചു. പക്ഷെ ചേച്ചിയെ ഞാൻ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിക്കാം. ഇവര് രേണുസുധിയെ പറ്റി ചെയ്ത വീഡിയോസ് ആണ്. രേണുസുധി സൈബർ ആക്രമണം, രേണുസുധിയുടെ മകൻ, രേണുസുധി യഥാർത്ഥ പോരാളി, ഇത് ആരെയാണ്? ഇത് മാത്രം ഇതൊന്നും അല്ല, ഇതിന്റെ അപ്പുറം ഉണ്ട്. എല്ലാം കൂടെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അടുത്തത് ജിൻഡോ വേഴ്സ് സീക്രട്ട് ഏജന്റ്. അടുത്തത് ഒടുവിൽ കരഞ്ഞു മെഴുകി റിയ സലീം. അടുത്തത് നവ്യ നായർ കണ്ട് സെലിബ്രിറ്റീസ്, മകിൽമാരർ യുദ്ധം നിർത്തി. അടുത്തത് ബാലയുടെ എലിസബത്തിന്റെ കണ്ടന്റാണ് ചേച്ചിയുടെ മെയിൻ കണ്ടന്റ്. ബാല എലിസബത്ത് കണ്ടന്റ് ഈ യൂട്യൂബ് ചരിത്രത്തിൽ ബാക്കിയുള്ള ആൾക്കാർ ചെയ്തതിനേക്കാൾ കൂടുതൽ കണ്ടന്റ് ബാലയും എലിസബത്തിനും ചേച്ചി ചെയ്തിട്ടുണ്ട്. ഇത് സ്വന്തം ചാനലല്ല, വേറെ ചാനൽ വന്നിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ കണ്ടില്ലയോ ആഹാനയുടെ കണ്ടന്റ്, രേണുസുധി വീണ്ടും പിന്നെ ഇങ്ങനെ ചേച്ചി ചറഞ്ചാം പുറഞ്ചാം കണ്ടന്റ് ആണ്. എന്നുവെച്ചാൽ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നസറിയ ഡിവോഴ്സ് അവര് പോലും അറിഞ്ഞിട്ടില്ല. ചേച്ചി ഡിവോഴ്സ് ആയില്ലേ എന്ന് കൊച്ചിൻ കിട്ടുന്നുണ്ട്. പഠിച്ചെങ്കിൽ വിടുക. അങ്ങനെ കണ്ട അറട്ടണ്ണന്റെ അച്ചായൻ ബാലയോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹെവി കണ്ടന്റ് മേക്കിംഗ് ആണ്. നമ്മൾ ചവച്ചു തുപ്പുന്നേ ഉള്ളൂ. ചേച്ചി ചവച്ചു തുപ്പി നശിച്ച് തൂറി മെഴുകിയ കണ്ടന്റ് എടുത്ത് വെച്ചിട്ടാണ് ചേച്ചി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചേച്ചി ഞാൻ എന്ത് പേരിട്ടാണ് ചേച്ചി വിളിക്കേണ്ടത്? നിങ്ങൾ ചെയ്ത കണ്ടന്റിന്റെ ഒരു 15% പോലും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ തീട്ട കണ്ടന്റും എടുത്തു വെച്ച് ഇവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളെ വന്നിട്ട് പറയുന്നു കണ്ടവർ ചവച്ചു തുപ്പിയ കണ്ടന്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്.
ചോദിക്കേണ്ടത് ലേശം ഉടുപ്പ്, ഒരു എന്തെങ്കിലും ഉടുപ്പുണ്ട്, ഇച്ചിരിയെങ്കിലും ഉടുപ്പ്, അത് എനിക്ക് ചോദിക്കാനുള്ളൂ. കഴിഞ്ഞില്ല, ഇനിയും ഉണ്ട്, ബാക്കി കാണാം. അപ്പോ നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മറ്റു ചാനലിൽ ചെയ്ത വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ക്രോഡീകരിച്ചുകൊണ്ട് പിന്നെ രേണു സുധിയെ ഇപ്പോഴത്തെ ഞാൻ അതിന് മൈൽ സ്റ്റോണിൽ ചെയ്ത് ഞാൻ ഫോക്കസ് ന്യൂസിൽ ചെയ്തൊക്കെ ചെയ്തു വെച്ചുകൊണ്ട് നല്ല വെട്ടി മിനുക്കിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വാലും തലയില്ലാത്ത പല കാര്യങ്ങളുമാണ് അയാൾ ഇരുന്ന് കേൾപ്പിക്കുന്നത്. എന്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ വാലും തലയും ഇല്ലാത്ത പല കാര്യങ്ങളും ഇരുന്ന് കേൾപ്പിച്ചു എന്നാണ് ഗൈസ് ചേച്ചി പറയുന്നത്. അതിനകത്ത് ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ചേച്ചി പറഞ്ഞ കാര്യം ഞാനൊന്ന് വെട്ടി മിനിക്ക് ചേച്ചി പറഞ്ഞത് ഞാൻ വെച്ച്, അത്രേ ഉള്ളൂ. വേറെ ഒരു പരിപാടി ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഒരു നിലപാടും ഇല്ല, വെറും വായ്ത്താളം മാത്രമാണെന്ന് ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അത് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ ഇപ്പോൾ ഇരുന്ന് ചലച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അന്ന് ജിൻഡോയെ പറ്റി ഇവർ പറഞ്ഞൊരു കാര്യം വെച്ചിട്ടുണ്ട്. ജിൻഡോ കപ്പടിക്കുന്നതിന് മുമ്പ് ജിൻഡോ എടുത്ത് എങ്ങനെയാണ്, ജിൻഡോ കപ്പടിച്ച ശേഷം ഇങ്ങനെയാണ്. അതിനെപ്പറ്റി ഞാൻ ഒരു സാധനം ആ വീഡിയോ അവസാനം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു എക്സ്റ്റൻഡ് വെർഷൻ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ചേച്ചിയുടെ കറക്റ്റ് നിലപാട് എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, ജിൻഡോ ബിഗ് ബോസിലുള്ള സമയത്ത് ചേച്ചി ജിൻഡോയെ പറ്റി പറഞ്ഞ കാര്യം കേൾക്കാം. ജിൻഡോയുടെ പ്രസംഗത്തെ വലിയ സുഭാഷിതം എന്ന രീതിയിലാണല്ലോ ആൾക്കാർ പറയുന്നത്. അയാൾ ഭയങ്കര മോട്ടിവേഷൻ ആണ്. ഇത് ചേച്ചി ബിഗ് ബോസിൽ ജിൻഡോ ഉള്ള സമയത്ത് ജിൻഡോയെ പറ്റി പറഞ്ഞ കാര്യമാണ്. പറഞ്ഞതിന്റെ വളരെ ചെറിയ സെക്കൻഡ്സ് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. ഇനി ജിൻഡോ കപ്പടിച്ചതിന് ശേഷം ചേച്ചി ജിൻഡോയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം. ഞാൻ താങ്കളുടെ ആരാധികയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. നേരത്തെ അത് പറഞ്ഞ ടീമാണ് ഇപ്പോൾ ഇത് പറയുന്നത്. കഴിഞ്ഞില്ല കേട്ടോ. കട്ടഫാനായി മാറിയിരിക്കാൻ ഇറ്റപ്പുലിയായിട്ട് മാറിയ ഒരു വ്യക്തി ഞങ്ങളുടെയൊക്കെ ഇൻസ്പിറേഷൻ ആണ്. ഇൻസ്പിറേഷൻ ജിൻഡോ, ഇൻസ്പിറേഷൻ ചേച്ചിയുടെ ഇപ്പോഴത്തെ ഇൻസ്പിറേഷൻ ആണ് ജിൻഡോ. ആ ഇൻസ്പിറേഷനെ പറ്റി 2 വീക്ക് മുമ്പ് ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്ന് വെക്കാം. ഈ കഴിഞ്ഞ സീസണിൽ നമുക്കൊക്കെ സംശയം തോന്നിയിരുന്നു. മിക്ക മലയാളികൾക്കുള്ള സംശയമാണ് എന്തിനാണ് ജിൻഡോയ്ക്ക് കപ്പ് കൊടുത്തത്. ഇപ്പോഴും അറിയാത്തൊരു കാര്യം. അത് ഏറ്റവും ഒരു കഥാപാത്രം. ഇന്നും എനിക്ക് പേഴ്സണലി വിഷമമുണ്ട് കേട്ടോ ആ വ്യക്തിക്ക് കപ്പ് കിട്ടാത്തതിൽ. ജാസ്മിൻ സത്യത്തിൽ നല്ലപോലെ കളിച്ചൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയത്. ജിൻഡോ അവിടെ എന്ത് കളിയാണ് കളിച്ചതെന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. അല്ല ചേച്ചി, അന്ന് കപ്പടിച്ച സമയത്ത് ചേച്ചി ആ സ്റ്റേജിൽ കയറി അന്നേരം പറഞ്ഞെല്ലാം തള്ളായിരുന്നു. അങ്ങനെ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? നിലപാടുകളുടെ രാജകുമാരി, എനിക്ക് എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ഞാൻ നിങ്ങളുടെ കട്ട ഫാനായി. ജിൻഡോ ഞങ്ങളുടെ മോട്ടിവേഷൻ ആണെന്ന് പറഞ്ഞ ആള് 2 ആഴ്ച മുമ്പ് ജിൻഡോയെ പറ്റി പറഞ്ഞ കാര്യമാണ് നിങ്ങളിപ്പോ കേട്ടത്. ഓന്ത് മാറുമോ ഇതുപോലെ? ഓന്ത് തന്നെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ തലയിലും മുന്നോട്ടുകൊണ്ട് ഓടും. അതിന് പോലും ഇങ്ങനെ മാറാൻ പറ്റൂല. പഞ്ചാതി സാധനം. എന്തിനു പറയണം, ഇവര് ഇന്റർവ്യൂ എടുക്കുന്ന ചാനലാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. അവര് തന്നെ സ്റ്റേജിൽ ഇവരുടെ വീഡിയോ, ജിൻഡോയെ പറ്റി പറയുന്ന വീഡിയോ ഇട്ട് അവര് തന്നെ താറ്റി വിട്ടതാണ് ഇവരെ. അവര് തന്നെ പ്രൂവ് ചെയ്ത് ഇവർക്കൊരു നിലപാടും ഇല്ല. വല്ലാത്ത തൊലിക്കെട്ടിയാണ് കേട്ടാ. കാണ്ടാമൃഗത്തിന്റെ മുന്നിലങ്ങ് പോയി നിക്കല്. കാണ്ടാമൃഗം ചിലപ്പോൾ ചേച്ചിയെ കണ്ടപ്പോൾ ആത്മഹത്യ ചെയ്ത് കളയും. അതിനേക്കാളും തൊലിക്കെട്ടിയുണ്ട് ചേച്ചിക്ക്. ഇവരാണ് എന്റെ നിലവാരം അളക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഓക്കെ, ബാക്കി കാണാം. ഇങ്ങനെ കേൾപ്പിച്ചതിന് പലരും ഇയാളുടെ ചാനൽ സ്ട്രൈക്ക് കൊടുക്കുകയും ഇയാൾക്കെതിരെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇട്ട് പലരും നമ്മുടെ ചാനൽ സ്ട്രൈക്ക് കൊടുത്തു, പലരും കേസ് കൊടുത്തു. ആരാണ് ഈ പലരും എനിക്ക് സ്ട്രൈക്ക് തന്നിട്ടുള്ളത്? എൻ്റെ ചാനൽ ആ കൂടി ബിഗ് ബോസ് കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് നോവി ഡിജിറ്റൽ മീഡിയ അവർ മാത്രമേ എനിക്ക് സ്ട്രൈക്ക് തന്നിട്ടുള്ളൂ. മനസ്സിലായോ? വേറൊരു കുഞ്ഞുങ്ങളും എനിക്ക് സ്ട്രൈക്ക് തന്നിട്ടില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട്സ്റ്റാറിന്റെ അടിയിലുള്ള അവർ കൊടുത്തേക്കുന്നത്. മുംബൈയാണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അത്രയും വലിയൊരു ടീമാണ് അവർ. ഈ കോണ്ടന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കമ്പനിയാണ്. അത്രയും വലിയൊരു ടീം നമുക്ക് സ്ട്രൈക്ക് വന്നിട്ട് നമ്മളത് കൗണ്ടർ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അന്നേരമാണ് ചേച്ചി സ്ട്രൈക്കിനെ പറ്റി നമ്മുടെ പറയുന്നത്. അല്ലാതെ വേറെ ഒരു കുഞ്ഞും എനിക്ക് സ്ട്രൈക്ക് തന്നിട്ടില്ല. പിന്നെ എന്റെ പേര് എന്ത് കേസ് കൊടുത്തിട്ടുണ്ടെന്നാ? ആര് കേസ് കൊടുത്ത്? എന്റെ പേരിൽ ഒരു FIR നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പിന്നെ മറ്റേ ദിയാകൃഷ്ണയുടെ കാര്യം വെച്ചിട്ടാണ് നിങ്ങൾ ഈ കേസ് കൊടുത്തെന്ന് പറഞ്ഞാണെങ്കിൽ, ദിയാകൃഷ്ണൻ എന്റെ പേരിൽ റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസിന് എന്റെ പേരിൽ കേസ് എടുക്കാനുള്ള വകുപ്പില്ലായിരുന്നു. അതുകൊണ്ട് അവരത് കേസ് എടുത്തിട്ടില്ല. ഒരു കോംപ്രമൈസ് ചർച്ച എന്നുള്ള രീതിയിലാണ് എന്റെ വീട്ടിലോട്ട് അവര് വന്നത്. അതെല്ലാം ഞാൻ ഓൾറെഡി എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവർക്ക് അതൊന്നും അറിയത്തില്ല. ഇവർ വന്നില്ല പൊട്ടനാട്ടമാണെന്നെ കുട്ടി എങ്ങാണ്ടൊക്കെ കേട്ടതൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് വന്നിരുന്ന് ഡയലോഗ് അടിക്കുകയാണ്. ഒരു മണ്ണാങ്കട്ടെ അറിയാ ചേച്ചി ചലക്കാൻ നിൽക്കരുത്. ഞാൻ താങ്കളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് പറഞ്ഞുള്ളൂ. ഞാനായിട്ടൊന്നും പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിച്ചു. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല അതിനകത്ത്. അവർ വന്ന് ഡയലോഗ് അടിക്കുകയാണ്. ഇപ്പൊ മനസ്സിലായല്ലോ ഇവരുടെ നിലവാരം. ഇത് തന്നെയാണ് ഇവരുടെ ഇന്റർവ്യൂസിന്റെ നിലവാരം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇവരുടെ ഇന്റർവ്യൂസിൽ വന്ന ഗസ്റ്റ് തന്നെ ഇവരെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ കുറച്ച് നാൾക്ക് മുമ്പ് മറ്റേ മൈത്രേനെ വെച്ചിട്ട് ഇവർ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു
ഇന്റർവ്യൂവിനകത്ത് പുള്ളി ഇവരെ പറ്റി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം, അന്നേരം മനസ്സിലാവും ചേച്ചിയുടെ കറക്റ്റ് നിലവാരം. ആ വീഡിയോ ഞാനൊന്ന് വെക്കാം. രൂപം ഉള്ളതാണ്, താങ്കളല്ലേ നേരത്തെ പറഞ്ഞ രൂപമില്ലെന്ന്. ഇതാണ് പറയുന്നത്. രൂപം നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലെന്ന്. നിങ്ങൾക്ക് ബുദ്ധിയും കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ പാടാകും, വേറെ വല്ലവരും വിളിക്കും. ചുമ്മാതെ സമയം കളയരുത്. ഒരു നിങ്ങൾക്ക് ബുദ്ധിയും കൂടെ ഇല്ലാതായി കഴിഞ്ഞാൽ പാടാണ്, വേറെ ആരെയും വിളിക്കും. എനിക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെന്ന്. കഴിഞ്ഞില്ല, ഊക്കുകൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. ഇത് ആ ഒരു 34 മിനിറ്റുള്ള ഇന്റർവ്യൂ മൊത്തം ഇത് തന്നെ പരിപാടി. ഇരുന്ന് താങ്കൾ വറക്കുന്നുണ്ടല്ലോ ഇപ്പോഴും. എന്ത് വിറയ്ക്കുന്ന താങ്കൾ കാര്യമാണ്? പ്രകോപിതനാകുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ പറഞ്ഞല്ലേ, ഞാനായത് കൊണ്ടാണ് മര്യാദയ്ക്ക് വിട്ടിരുന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പോവും. യൂസ്ലെസ് ആയ പ്രവർത്തനങ്ങൾ ചെയ്യരുത്. ശരി, പട്ടിത്താറ്റ് മാറ്റി അവിടെ ഇരുന്നു പട്ടിപ്പുച്ച വിടുവാങ്ങി എന്നിട്ട് യൂസ്ലെസ് ആയിട്ട് പ്രവർത്തനം ചെയ്യല്ലോ. ചേച്ചിയുടെ അന്നാക്കിലും പിരിവെട്ടി. കഴിഞ്ഞില്ല, ഒന്നുകൂടെ കാണിച്ചു തരാം. അത് കേൾക്കാനല്ല നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾ ശ്രമിക്കുന്നില്ല. നിങ്ങൾ ഹോട്ട് സീറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വിവരമില്ലാതെ ചോദ്യം ചോദിക്കരുത്. അതിനു വേണ്ടി കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളത്. താങ്കൾ മാത്രമല്ല ലോകത്ത് വിവരമുള്ളതാണ്. ഇത് തന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. ഹോട്ട് സീറ്റ് ആണെന്നും പറഞ്ഞു പോയിട്ട് വിവരമില്ലാത്ത ചോദ്യം ചോദിക്കരുത്. ചേച്ചി തന്നെ ചേച്ചിയുടെ ഒരു വീഡിയോ പറയുന്നുണ്ടായിരുന്നു, ഓൺലൈൻ മീഡിയ ആണെന്നും പറഞ്ഞിട്ട് എന്ത് വിവരമില്ലാത്ത ചോദ്യം എഴുതി വെച്ചിട്ട് ഓൺലൈൻ മീഡിയാസിന്റെ മാന്യത കളയുന്ന രീതി ചോദിക്കരുത്. നിങ്ങൾ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നു. ഇതിന്റെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. എന്നിട്ട് ഇവർ വന്നിട്ട് ഈ ഹോട്ട് സീറ്റിൽ ഇരുന്നിട്ട് അപരാധം പറച്ചിലാണ്, വരുന്ന ഗസ്റ്റിനെ അപമാനിക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. ഒരു വീഡിയോ കൂടെ കാണിക്കാം, അതോടെ കാണും. ലോകത്തും പോയിട്ടാണോ ലോകത്തെ കുറിച്ച് അറിയുന്നത്? അസംബന്ധം പിടിച്ച ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാവുന്നതല്ല. അതൊന്നും അല്ല ഹോട്ട് സീറ്റ്. എന്തൊരു കഷ്ടമാണ് ഹോട്ട് സീറ്റ് എന്നൊക്കെ പറയുന്നത്. ഒരു വിഷയത്തിനെ തുടർച്ചയായിട്ട് അതിനകത്ത് കോൺട്രഡിക്ടറി ആയിട്ട് നിൽക്കുന്ന പോയിന്റുകൾ എടുക്കണം. ഇത് അങ്ങനെയില്ല. പ്രപഞ്ചം ഉള്ളതാണ്. അത് താങ്കൾ അവിടെ വെട്ടിയില്ലേ? പ്രപഞ്ചം ഉണ്ടാണെന്ന് ചോദിച്ചപ്പോൾ തന്നെ പ്രപഞ്ചത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സാധ്യമല്ല. വിഷയങ്ങൾ വികസിപ്പിക്കാൻ അറിയാവുന്നുണ്ടെങ്കിൽ മാത്രം സമയം ചെലുത്താം. അങ്ങനെ തമാശയാക്കാനൊന്നും പറ്റില്ല. തമാശയാക്കാൻ പറ്റില്ല. ഇത് തമാശയായിട്ട് അറിയാല്ലേ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. നിങ്ങൾക്ക് വിഷയങ്ങൾ വികസിപ്പിക്കാൻ അറിയാവുന്ന കോൺട്രഡിക്ഷൻ അതിനകത്ത് കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് എടുക്കാം. കേട്ടല്ലോ എന്റെ പൊന്നു മൈൽസ്റ്റോൺ മേക്കേഴ്സ്. പുള്ളിയൊക്കെ ഇന്റർവ്യൂ ആണെങ്കിൽ ഇച്ചിരി ബുദ്ധി വിവരമുള്ള ആരെങ്കിലും പിടിച്ച് ഇന്റർവ്യൂ ചെയ്യണം. അല്ലാതെ ഈ വാലും തലയും അറിയാത്ത അങ്ങും ഇങ്ങൊക്കെ കേട്ടും കേൾവി വന്നിരുന്ന പറയുന്ന ടീംസിനെ പിടിച്ച് ഇന്റർവ്യൂ ഇങ്ങേരിക്കും. അങ്ങേ തന്നെ പറയുന്നത് വിവരമുള്ള ആരെങ്കിലും പിടിച്ചോണ്ട് അവിടെ ഇന്റർവ്യൂ ചെയ്യാൻ. എന്തൊരു ഗതികേടാണ് ചേച്ചി. ഞാൻ ചേച്ചിയുടെ ചോദിക്കണം, എന്തൊരു ഗതികേട്. അപ്പം ജനങ്ങൾക്ക് ചേച്ചിയുടെ നിലവാരം എത്രമാത്രം ഉണ്ടെന്ന് കുറച്ചും കൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഈ വീഡിയോയുടെ അടിയിൽ, ഈ പർട്ടിക്കുലർ ഇന്റർവ്യൂയുടെ അടിയിൽ വന്ന അത് കണ്ട ജനങ്ങൾ തന്നെ ഇവരെ പറ്റി പറയുന്നത് ഞാൻ 1-2 കമന്റ്സ് ഞാൻ കാണിച്ചു തരാം. മൈത്രേൻ ഡിസേർവ്സ് ബെറ്റർ ഇന്റലിജന്റ് ക്വാളിറ്റി ആങ്കർ ആൻഡ് ഇന്റർവ്യൂ. ഈവൻ ദ വ്യൂവേഴ്സ് ഗെറ്റ് അനോയ്ഡ് വിത്ത് ദ വേ ഷീ ടോക്ക്. അടുത്തത്, ഡോണ്ട് വേസ്റ്റ് ടൈം മൈത്രേൻ. അടുത്ത കമന്റ് വായിക്കാം. പ്ലീസ് ഹാവ് എ ക്വാളിറ്റി ആങ്കർ. ഈ സ്ത്രീക്ക് ചോദ്യം ചോദിക്കാൻ പോലും അറിവില്ല, പിന്നെ ഉത്തരം കേൾക്കും. വിവരമില്ലാത്ത അവതാരിക. എന്നാലും ജാടയ്ക്ക് ഒരു കുറവില്ല. ഇവരെ പറ്റി ഇവരുടെ ഇന്റർവ്യൂ കാണുന്ന ജനങ്ങൾക്ക് തന്നെ ഈ അഭിപ്രായമാണ്. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞോളൂ. ഇത് ചേച്ചിക്ക് അങ്ങ് പൊട്ടിയെന്നുള്ളതാണ്. ഞാൻ കുറച്ചുകൂടെ ആധികാരികമായി പറഞ്ഞു കൊടുത്തു, അതിന് ചേച്ചിക്ക് പൊട്ടി. ഇവർക്ക് ആകെ അറിയാവുന്നത് കുറച്ച് പട്ടിഷം, വരുന്ന ഗസ്റ്റിന് ഒരു വിലയും കൊടുക്കാതെ ഭയങ്കര അരഗന്റ് ആയിട്ടുള്ള രീതിയിൽ അവരെ അപമാനിക്കുന്ന പരിപാടി, ആ രീതിയിലുള്ള സംസാരം, എല്ലാം അങ്ങ് അറിയാവുന്നുള്ള ആറ്റിറ്റ്യൂഡ്. എന്നാൽ എന്തെങ്കിലും അറിയാവോ? അതും ഇല്ല. അതാണ് ചേച്ചിയുടെ ഇന്റർവ്യൂ. പിടികിട്ടിയോ? ഇനി നമുക്ക് ചേച്ചി എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം. പക്ഷേ കൂസലില്ല, തൊലിക്കട്ടി അപാരമാണല്ലോ. കാരണം മറ്റുള്ളവരുടെ എച്ചിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കാശ് മേടിച്ച് ജീവിക്കുന്നവന് എന്ത് നാണം. ഇവിടെ ഇപ്പൊ ആർക്കാണ് തൊലിക്കട്ടി, ആരാണ് എച്ചിലും ഛർദിയും ഒക്കെ തിന്ന് നമ്മളെക്കാളും തിന്ന് ജീവിക്കുന്നതെന്ന് ചേച്ചിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഇത് കാണുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചേച്ചിയെ മനസ്സിലാക്കി തരാനുള്ള അത്രയും ഒരു ലോ ലെവൽ ബുദ്ധിയൊന്നും എനിക്കില്ല ചേച്ചി, സോറി, പറ്റൂല കേട്ടോ. ഫോളോ ചെയ്യുന്ന പല യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇത്രയും കണ്ടന്റ് ദാരിദ്ര്യത്തിലായിരുന്നെന്ന് ഞാൻ എന്റെ വീഡിയോ ഔട്ടായി അത് റിയാക്ട് ചെയ്യുന്ന കണ്ടപ്പോഴാണ്, ഓ മൈ ഗോഡ്, ഇത്രയും ടോപ്പ് എന്ന് നമ്മൾ കരുതിയിരുന്ന ആൾക്കാരൊക്കെ ഇതെടുത്ത് വെച്ചിട്ട് റിയാക്ട് ഇത്ര തറ രീതിയിൽ. അത് സംഭവം മനസ്സിലായില്ലേ? ഒരു ഇന്റർവ്യൂ എടുക്കാൻ ഒരു മിനിമം ക്വാളിറ്റി ഉള്ള ആരെങ്കിലും പിടിച്ചിരുത്തണം. അത് കണ്ടിട്ട് ജനങ്ങൾക്കും അത് കണ്ട് ബാക്കി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കും തന്നെ അത് ഭയങ്കര അരോചകമായി തൊട്ടിത്തരമായിട്ട് തോന്നി. അതുകൊണ്ടാണ് അവരെല്ലാരും എടുത്തു വെച്ച് റിയാക്ട് ചെയ്തത്. അല്ല ചേച്ചിയുടെ ഇത് വെച്ചിട്ടല്ല, ഇത്രയും നിലവാരം ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തത്. മനസ്സിലായോ? ആൾക്കാരൊക്കെ ഇതെടുത്ത് വെച്ചിട്ട് റിയാക്ട് ഇത്ര തറ രീതിയിൽ റിയാക്ട് ചെയ്യുന്ന കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായി, അയ്യോ ഉമാർക്കൊക്കെ ഇത്ര ദാരിദ്ര്യമായിരുന്നു. അയ്യേ കച്ചറകൾ. ഇത് തന്നെയാണ് ചേച്ചിയുടെ വീഡിയോ കാണുന്ന ആളുകളും പറയുന്നത്. ഓഹ് കച്ചറ. ഇത് വെറും കച്ചറയല്ല, കുക്കച്ചറയാണ്, കുക്കച്ചറ. ഈ അനന്തു എന്ന് പറയുന്നത് അങ്ങനെയല്ല, എല്ലാ കഥകൾ ഉണ്ടാക്കി നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എനിക്കൊന്ന് ഈ ഹാനകൃഷ്ണന്റെ കയ്യിൽ നിന്നൊക്കെ പുള്ളിക്ക് നല്ല ശരിക്കും ഡോസ് കിട്ടിയായിരുന്നു ഇരിക്കാൻ.
ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ആരാ ഇല്ലാ കഥ ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ ആഹാനെ കൃഷ്ണനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ദിയാ കൃഷ്ണനുമായിട്ടാണ് ഒരു ഇഷ്യൂ ഉണ്ടായത്. അവരുമായിട്ട് പിന്നെ ഡോസ് കിട്ടിയെന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട്. അത് ആർക്കാണ് ഡോസ് കിട്ടിയതെന്ന് എന്റെ വീഡിയോ കണ്ടവർക്കും അവരുടെ വീഡിയോ കണ്ടവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പം അത് ഇനി ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, ഇവര് വെറുതെ അറ്റവും മുറി എങ്ങാണ്ടൊക്കെ പറഞ്ഞു കേട്ടതൊക്കെ വന്നിട്ട് വെച്ചിട്ടാണ് ഇവിടെ വന്നിരുന്ന് വിളമ്പുന്നത്. എനിക്കൊന്ന് പല പ്രമുഖരെയും എടുത്തിട്ട് ഇതുപോലെ പറഞ്ഞിട്ട് പലരുടെയും വീഡിയോസ് നാണം കെട്ട് റിമൂവ് ചെയ്യേണ്ട ഗതികേടൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ അനന്തുവിന്. എന്തായാലും അതെ ചേച്ചി, നാണം കെട്ട് റിമൂവ് ചെയ്യേണ്ട ഗതികൾ ഉണ്ടായിട്ടുണ്ട്. മറ്റേ ദിയാകൃഷ്ണയുടെ ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ വീഡിയോ റിമൂവ് ചെയ്തു. ആ വീഡിയോ റിമൂവ് ചെയ്യാനുള്ള സാഹചര്യം അടക്കം ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മന്ത്രി ലെവലിൽ നിന്ന് വരാനുള്ള പ്രഷർ ഉണ്ട് പോലീസുകാർ ഇവർ 4 പേര് ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങൾ വട്ടത്തിരുന്ന് ഒരു 2 മണിക്കൂർ ഇവിടെ സംസാരിച്ച് അവരെന്ത് പറഞ്ഞു, എന്റെ പൊന്നന്തു ഞങ്ങളെ അവിടെ ഇരുത്തണില്ല, സീരിയസ്ലി എങ്ങനെയെങ്കിലും ഒന്ന് റിമൂവ് ചെയ്തതാണ് ഈ രീതി പറഞ്ഞു. പിന്നെ എന്റെ അനിയത്തിന്റെ ഒരു മാരേജുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇത് നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു സാധനം റിമൂവ് ചെയ്തത്. റിമൂവ് ചെയ്ത സാധനം ഞാൻ പിന്നെ റീ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ ചേച്ചി പറയുന്ന പോലെ നോണം കെട്ട് അങ്ങനൊന്നും റിമൂവ് ചെയ്തൊന്നും അല്ല കേട്ടോ. എന്റെ ചാനൽ അത് മോണിറ്റൈസേഷൻ ആകാത്ത ഒരു അപ്പാവി ചാനൽ, അതിനകത്ത് ഒരു കണ്ടന്റ് പോലും ഞാൻ കണ്ടവരുടെ ഈ പറയുന്ന പോലെ അവർ തുപ്പിയിട്ട സബ്ജക്ട് എടുത്തിട്ട് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ചേച്ചി മറ്റ് ചാനലുകളിൽ പോയിട്ട് ബാക്കിയുള്ള ആളുകൾ തുപ്പുന്നതും തൂറുന്നതും ഛർദ്ദിക്കുന്നതും എടുത്തു വെച്ചിട്ട് കണ്ടന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ ചാനൽ മോണിറ്റൈസ്ഡ് അല്ല ഗൈസ്, അതുകൊണ്ടാണ്. ഇനി മിക്കവാറും ഈ ചാനലത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ വീഡിയോ കൊണ്ട് നല്ലൊരു വ്യൂവർഷിപ്പ് പുള്ളിക്കാരത്തി കിട്ടി, മോണിറ്റൈസ്ഡ് ആയി. അതിന് നമ്മളോടൊക്കെ ഒരു നന്ദി പറഞ്ഞേക്കണം കേട്ടോ. ചുളുവിന് മോണിറ്റൈസ്ഡ് ആയല്ലോ. സിനിമ റിവ്യൂസ് ചെയ്യാറുണ്ട്, അത് ഞാൻ പോയി കണ്ട് കാശ് മുടക്കി കണ്ടതിന് ശേഷമാണ്. ഓഹോ, ഞങ്ങളൊക്കെ കാശ് മുടക്കിയിട്ടില്ല. ഞങ്ങൾ പുളിങ്കുരുവായിട്ടാണ് തിയേറ്ററിൽ പോകുന്നത്. 2 പുളിങ്കുരു ഒരു 10 മാവിലയും കൊടുത്തിട്ടാണ് ടിക്കറ്റ് മേടിച്ചിട്ട് നമ്മൾ സിനിമ കാണുന്നത്. എന്റെ പൊന്നാ. അതോടൊപ്പം എന്റെ ഓൺ സ്ക്രിപ്റ്റ് ആണ് ഞാൻ എല്ലാത്തിലും ഇരുന്ന് പറയുന്നത്, അതൊക്കെ ചെയ്യാൻ നോക്കടോ. നമ്മൾ പിന്നെ വല്ലവന്നെയും കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിപ്പിച്ചിട്ട് അത് വന്നിട്ടിരുന്ന് വായിക്കുവാണല്ലോ. നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രിപ്റ്റ് എന്റേതല്ല ഗൈസ്, എനിക്ക് ആരോ എഴുതി തന്ന സ്ക്രിപ്റ്റ് ആണ് ഗൈസ്. ഞാൻ ആ സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എന്റെ മുഖം മാത്രമേ ഉള്ളൂ, എനിക്ക് ഡബ് ചെയ്ത് തരുന്നത് തന്നെ വേറെ ആൾക്കാരാണ്. ഓക്കെ, സ്വന്തം സ്ക്രിപ്റ്റിലൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പൊന്നെ, പിന്നെ എനിക്ക് സന്തോഷമുണ്ട്. ഈ പറയുന്ന പോലെ എന്തായാലും അത്യാവശ്യം കേറിയിട്ടുണ്ട്. പിന്നെ വേറെ ഗതികേടല്ല, എന്ത് പറയാനാ, ഇങ്ങനെ എച്ചിൽ കണ്ടന്റ്സ് അല്ല കണ്ടന്റ് എന്തായാലും പറയുന്നത് എച്ചിൽ കണ്ടന്റുകൾ ഇങ്ങനെ വാരിക്കൂട്ടിയെടുത്ത് ജീവിക്കാനാ നിന്റെയൊക്കെ യോഗം. അല്ലാതെ എന്ത് പറയാ, എന്താണ് അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ. ചേച്ചി ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ അത് എന്റെ എച്ചിലാണ്, അത് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇവരുടെ വീഡിയോയുടെ തമ്മിലിനകത്ത് സ്വന്തം ഫോട്ടോ പോലും കൊടുക്കാതെ എന്റെ ഫോട്ടോയും സീക്രട്ട് ഏജന്റിന്റെയും കൈസിന്റെ ഒക്കെ ഫോട്ടോ കൊടുത്തേക്കുന്നത്. സ്വന്തമായിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ അവരുടെ ഒരു തല പോലും തമ്മിലിനകത്ത് വെക്കാനുള്ള ഒരു ഇതില്ല അവർക്ക്. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, എച്ചില് തിന്നുന്ന ടീമാണ് ഈ ചേച്ചി. പിടികിട്ടിയോ? പറയാലോ. പിന്നെ ഞാനിപ്പോ എന്തായാലും നിനക്കെതിരെ ഡിഫമേഷൻ കേസോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സൈബർ ബുള്ളിങ്ങിന് പരാതി ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. കാരണം നിന്റെയൊക്കെ സ്റ്റാൻഡേർഡ് കണ്ട് ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. എന്നെ ചേച്ചിയുടെ സ്റ്റാൻഡേർഡ് കൊണ്ട് നമ്മൾ ഞെട്ടിയില്ല, പണ്ടൊന്നും ഞെട്ടിയായിരുന്നു. ഇനിയിപ്പോ പിന്നെ എപ്പോഴും ഞെട്ടാനൊന്നും പറ്റത്തില്ലല്ലോ. അത്ര ലോ ലെവൽ സ്റ്റാൻഡേർഡ് ആണെന്ന് നമുക്ക് അറിയാം ഓൾറെഡി. ഇങ്ങനെ വധിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്കൊക്കെ ഇത്രയും തറ സ്റ്റാൻഡേർഡ് ഉള്ളല്ലോ എന്ന് ഓർത്തിട്ടാണ് സത്യത്തിൽ അനന്തു ഞാൻ വിഷമിച്ചു. സത്യത്തിൽ മെയിൻ ആയിട്ട് ഞാൻ അനന്തുവിനെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സന്തോഷമുണ്ട് കേട്ടോ, സന്തോഷമുണ്ട്. ഈ വീഡിയോ ഞാൻ ചേച്ചിയെ മാത്രം ഉദ്ദേശിച്ചാണ് ചെയ്തത്. ചേച്ചിക്ക് വേണ്ടി ഇപ്പൊ 2 വീഡിയോ ഞാൻ ടിക്കറ്റ് തന്നിട്ടുണ്ട്. സ്മരണ വേണം കേട്ടോ. ലൈഫ് ഓഫ് അനന്തു നന്നായിട്ടുണ്ട്, നല്ല ലൈഫാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഫ്രണ്ടിൽ 2 അടിച്ച് പല്ലടിച്ച് ആരെങ്കിലും കളയും. ചേച്ചി പറയുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് എന്റെ ഫ്രണ്ടിലത്തെ 2 പല്ല് ഈ താഴത്തെ അടിച്ചുകൊണ്ട് ഇങ്ങനെ അകത്തൊക്കെ കയറിപ്പോണ്ട് ചോദിച്ചു അത് അടിച്ചു കളയാൻ പറയണം കേട്ടോ വരുമ്പോ ആരെങ്കിലും. അതാകുമ്പോ ഈ താഴത്തെ സൈഡൊന്ന് ലെവലാക്കായിരുന്നു. ഇപ്പൊ ചേച്ചി പറയുന്നത് പല്ലടിച്ച് കളയുമെന്നൊക്കെയാണ് കഴിച്ചു. അപ്പൊ എനിക്കും അതിനാണ് ചേച്ചിയുടെ അടുത്ത് പറയാനുള്ളത്. മിക്കവാറും നിങ്ങളുടെ ഇന്റർവ്യൂവിൽ വരുന്ന ഗസ്റ്റ് നിങ്ങളുടെ പല്ല് ചപ്പാക്കുറ്റി അടിച്ച് പൊളിക്കുന്നത് ചിലപ്പോൾ നമുക്ക് കാണേണ്ടി വരും. കാര്യം നിങ്ങളുടെ ആ ഒരു തരത്തിലുള്ള ചോദ്യങ്ങളാണല്ലോ. ചൊറിച്ചിൽ എന്താണെന്ന് അറിയാത്തവർ വരെ ചൊറിഞ്ഞു പോകും. അത്തരത്തിലുള്ള ചൊറിയൻ ചോദ്യങ്ങളാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ. അല്ലേ ചേച്ചി, ഞാനൊരു അശരീരി കേട്ടു ഉള്ളതാണോ? ബിഗ് ബോസിന്റെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിൽക്കുവാണോ ഇങ്ങനെ കേട്ടല്ലോ. അല്ല അതിന്റെ പേരിൽ ഇങ്ങനെ ലൈം ലൈറ്റിൽ കയറാനുള്ള പരിപാടി വല്ലതും ആണോ ഇത്? അല്ല എന്തായാലും നടക്കട്ടെ, അതൊന്നും കാര്യമില്ല. നമ്മളെല്ലാം സ്പോർട്സ് സ്പിരിറ്റിൽ എടുക്കാറുള്ളൂ. അല്ല അങ്ങനെ വല്ലതും ആണെങ്കിൽ നല്ല കാര്യം, നടക്കട്ടെ. പിന്നെ ബിഗ് ബോസിൽ എങ്ങനെ പോവുകയാണെങ്കിൽ ഈ ചേച്ചിയുടെ വായിന്ന് വരുന്ന ശുദ്ധ സംസ്കാരവും കണ്ടിട്ട് അതിന്റെ അകത്ത് പല്ല് മാത്രമല്ല മിക്കവാറും തല തന്നെ തല്ലിപ്പൊളിച്ച് പറഞ്ഞു വിടാൻ ചാൻസസ് ഉണ്ട്. അപ്പം സൂക്ഷിച്ചൊക്കെ പോകുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പൊ ബിഗ് ബോസ് എടുക്കുകയാണെങ്കിൽ നമ്മള് പൊളിക്കും. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഓൾ ദ ബെസ്റ്റ് ചേച്ചി. ഇനി എനിക്ക് വൈകി 2 വീഡിയോ തന്നെ എനിക്കിങ്ങനെ തുരുതുരാന്ന് ഇങ്ങനെ സീരീസ് പോലെ വീഡിയോ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചേച്ചിക്ക് തീരുമാനിക്കും. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. സന്തോഷം, സ്നേഹം മാത്രം. ടാറ്റ, ബൈ ബൈ. ഓക്കെ.